ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നൊരു ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവാണ്. നല്ല പൂ പോലെ ഇരിക്കുന്ന ഇഡ്ഡലി. അപ്പം നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ പോയി ചമ്മന്തി അരയ്ക്കാമെന്ന് വെച്ചു. നമ്മുടെ സോഫ്റ്റായിട്ട് അരഞ്ഞ് വരണം. നല്ല തേങ്ങ ചമ്മന്തി, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നല്ല പൂ പോലെയുള്ള നമ്മൾ ഇഡ്ഡലി തട്ടിലാണെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇഡ്ഡലി നല്ല പൂ പോലെ ആയിട്ടുണ്ട്, നല്ല പൂ പോലെയുള്ള ഇഡ്ഡലി. എന്നിട്ട് നമ്മൾ കുറച്ച് എണ്ണയിൽ, നല്ല എണ്ണയിൽ കുറച്ച് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ ആ ചട്നിയിലോട്ടേക്ക് ഇടണം. എൻ്റെ മോനെ, ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് രക്ഷയില്ല. നമ്മൾ അതിൻ്റെ എനിക്ക് പറയുമ്പോൾ തന്നെ ഇത് വായിൽ വെള്ളം വരും. കാരണം ഇഡ്ഡലി, ദോശ കഴിച്ച് തന്നെ നാളുകളായി. ഇത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, വേറെ എന്ത് വേണം. ഇതുപോലെ ഒരു നാട് ഫുഡ് കഴിച്ചിട്ട് ഇത്ര നാളായി എന്നറിയാമോ. ഇതിപ്പം കുറേ നാൾ മുന്നിട്ട വീഡിയോ ആണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു ഇട്ടേക്കാം, യൂട്യൂബിൽ ഇടാമെന്ന് വെച്ച് ഞാനിപ്പോൾ ഇരുന്ന് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇടുന്നത്. എന്നിട്ട് നമ്മൾ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ട് ആ ചട്നിയുടെ മണ്ടയിലോട്ടേക്ക് ആ വെളിച്ചെണ്ണയും അതെല്ലാം കൂടെ ഒന്ന് ഇട്ടു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് ഇളക്കണേ. ഇളക്കി കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ അതിലോട്ടേക്ക് ആകുന്നത്. നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഇഡ്ഡലിയൊക്കെ സെറ്റായി. എന്നിട്ട് നമ്മളാണെങ്കിൽ ആദ്യം ചട്നിയാണെങ്കിൽ നമ്മൾ പാത്രത്തിലിട്ട് അത് കഴിഞ്ഞിട്ട് ഓരോ ഇഡ്ഡലി കഷ്ണത്തിലോട്ട് ഓരോ ഇഡ്ഡലി കഷ്ണവും നമ്മൾ ഇടുകയാണ് പാത്രത്തിലോട്ട്. എൻ്റെ മോനെ, കൂടെ വേറെ ഒന്നും വേണ്ട, സാമ്പാറും കൂടെ ഉണ്ടെങ്കിൽ വേറെ എന്ത് വേണം.